ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ദോ സന്ദ്രേ ഈ ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ബാക്കി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ മലയാളം അർത്ഥവും ഈ പാഠഭാഗത്തിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അർത്ഥവും ആ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ നോക്കാം, എന്നിട്ട് ചോദ്യോത്തരങ്ങൾ നോക്കാം. സന്തിര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 2 പേരുണ്ട് അല്ലേ. ഒരാളുണ്ടെങ്കിൽ എന്ത് പറയും? നമ്മൾ സന്തിര എന്നേ പറയുള്ളൂ. ഇവിടെ എത്ര ഓറഞ്ചുകളുണ്ട്? 2 പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്തുപയോഗിക്കുന്നത്? സന്തിര എന്ന് ഉപയോഗിക്കുന്നത്. ക്യാ ക്യാ കർത്തേ ഹേ, എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സന്തിരെ ഘൂമനെ നിക്കൽത്തേ ഹേ, സന്തിര എന്താ ചെയ്യുന്നത്? സന്തിരെ ഘൂമനെ, ഘൂമനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങാൻ അല്ലേ. ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ട്. നിക്കൽത്തേഹേ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട്. സന്തിരെ ഹസ്തേഹേ, പിന്നെന്താ ചെയ്യുന്നത്? സന്തിരെ ഹസ്തേ, ഹസ്തേ എന്ന് പറഞ്ഞാൽ എന്താ? അതാ അവർ ചിരിക്കുന്നുണ്ട്. സന്തിരെ ലുടക്തേഹേ, ലുടക്തേഹേ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് അല്ലേ, ചാടി ചാടി അവർ പോകുന്നുണ്ട്. ഇനി എന്താണ്? അപ്പോൾ ഇതുപോലെ നിങ്ങളോട് താഴെ എന്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? ലിക്കേ ബാലു ക്യാ ക്യാ കർത്തേ ഹേ. ബാലു എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ കരടിക്കുട്ടൻ, നമ്മുടെ ബെയർ അല്ലേ. അപ്പോൾ കരടിക്കുട്ടൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബാലു ആത്താ ഹേ, ബാലു ഇത് അങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇത് എഴുതാൻ നമുക്ക്. ബാലു സന്തിര ഉഠാത്താ ഹേ, ബാലു എന്താ ചെയ്യുന്നത്? ആ ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഉഠാന എന്ന് പറഞ്ഞാൽ ഉയർത്തുക. ബാലു സന്തിരെ കോ പക്കടുത്താ ഹേ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാലു ആ ഓറഞ്ചിനെ പിടിക്കുന്നുണ്ട്. പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക. ബാലു സന്തിരെ കോ ഏക് തരഫ് ഫേക്ക് ദേത്താ ഹേ, ബാലു എന്താ ചെയ്യുന്നത്? ബാലു ആ സന്തിരേനെ ആ ഒരു ഓറഞ്ചിനെ ഒരു സ്ഥലത്തേക്ക് എറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് എറിയുന്നത്? അവൻ്റെ കണ്ണിൽ ആ ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്ന് നീര് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ കണ്ണെരിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ പേടിച്ച് അതെന്ത് ചെയ്യുന്നു? ആ ഒരു സന്ത്ര, ആ ഒരു ഓറഞ്ച് ഫേക്ക് തേന എന്ന് പറഞ്ഞാൽ എറിയുന്നുണ്ട്. ഇനി അടുത്തത്, ബാലു ആഖേ ബന്ദ് കിയേ ബൈഠത്താ ഹേ, ബാലു പിന്നെ എന്താ ചെയ്യുന്നത്? അവൻ്റെ കണ്ണ് അടച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കാം. പടേ സംജയ് ഓർ ക്രം സേ ലിഖേ, ഇവിടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് വായിക്കാൻ പറയുന്നുണ്ട്. വായിക്കുക മാത്രമല്ല, അത് ശരിയായിട്ടുള്ള ഓർഡറിൽ അല്ലേ. ആദ്യം നടന്ന കാര്യം ഏതാണ്? ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും പറയുന്നുണ്ട്. ഞാനിവിടെ നമ്പർ ഇടാം. ആ ഓർഡറിൽ നിങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാം കേട്ടോ. ആദ്യം എന്തുണ്ടായത്? ആദ്യം ഇതാണ് ഉണ്ടായത് അല്ലേ. ഇതാണ് ഒന്നാമത്തെ. ദോ സന്തിരെ ഘൂംനെ നിക്കലെ, 2 ഓറഞ്ചുകൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇനി എന്താണ് രണ്ടാമത്തെ? എന്താണ്? ബാലു സന്തിരേക്കോ കാനേവാലാത്ത അല്ലേ, നമ്മുടെ ബെയർ ആ കരടിക്കുട്ടൻ ആ ഓറഞ്ചിനെ തിന്നാൻ പോവായിരുന്നു. മൂന്നാമത്തേത് എന്താണ്? സന്തിരേക്ക് രസേ ആങ്കോമേ ജലൻ ഹുയി അല്ലേ. ഇതാണ് മൂന്നാമത്തെ വരുന്നത്. ഏതാണ്? സന്തിരയ്ക്ക് രസേ ആങ്കോങ്കോ ജലൻ ഹുയി, ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ നീര് കണ്ണിൽ പോയതോടുകൂടി. മൂന്നാമത്തേത് എന്താണ്? ആ ഓറഞ്ചിൻ്റെ ആ തൊലിയുടെ നീര് കണ്ണിലേക്ക് പോയതോടുകൂടി അയാളുടെ കണ്ണ്, അതാ ഒരു ബെയറിൻ്റെ കണ്ണ് എരിഞ്ഞു. ഇനി നാലാമത്തേത് എന്താണ്? ദോനോ ബാലുവിനെ സന്തിരേക്കോ ഫേക്ക് ദിയ, എന്താ നാലാമത് ഉണ്ടായത്? ആ ബാലു ആ സന്തിരേനെ, ബാലു എന്താ ചെയ്തത്? ബാലു ആ ഓറഞ്ചിനെ എറിഞ്ഞു. ദോനോ സന്തിരെ ഖൂബ് ഹസേ, അവസാനം എന്താ ഉണ്ടായത്? 2 ഓറഞ്ചുകളും ഖൂബ് ഹസേ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ അധികം ചിരിച്ചു അല്ലേ. അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഓർഡറിൽ താഴേക്ക് എടുത്ത് എഴുതണം. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. ദോ സന്തിരെ ഘൂംനെ നിക്കലെ, ബാലു സന്തിരെ കോ കാനെ വാലാത്ത, സന്തിരെ കെ രസ് മേ ആँखों में जलन हुई, ബാലു ने സന്തിരെ കോ ഫേക്ക് ദിയ, ദോനോ സന്തിരെ ഖൂബ് ഹസേ. കേട്ടോ. അപ്പം ഇതാണ് അവിടെ താഴേക്ക് എടുത്ത് എഴുതേണ്ടത്. അതാണ് ആകെ ബഡായേ. ഇവിടെ 2 ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. വാർത്താലാബ് കോ ആകെ ബഡായേ, വാർത്താലാബ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, അവരുടെ ആ സംഭാഷണം, നമ്മളാ പറയുന്ന വർത്താനം ഉണ്ടല്ലോ, അത് മുന്നോട്ട് എഴുതാനാണ് പറയുന്നത്. സന്ത്ര 1 എന്താ പറയുന്നത്? സന്ത്ര 1 എന്താ പറയുന്നത്? ബാലു കെ ഹാത്തോ സെ ഹം ബച്ച് ഗയേ, എന്താ പറയുന്നത്? നമ്മൾ ആ കരടിയുടെ കയ്യിൽ നിന്ന് ബച്ച് ഗയേ, രക്ഷപ്പെട്ടു. സന്ത്ര 2 ഹാ ബച്ച് ഗയേ, ആ ശരിയാ, നീ പറഞ്ഞത് ശരിയാ, നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ എന്ന് പറയാണ്. ഇനി സന്ത്ര 1, ഒന്നാമത്തെ സന്ത്ര എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അങ്ങനെ നിങ്ങളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ 2 ലൈനും ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്.
കേട്ടോ. അപ്പോൾ സന്ദ്ര ഏക് ഇനി എന്താ പറയുന്നത്? മേരാ രസ് ഉസ്കി ആംഖോ മേ ചലാ ഗയ. എൻ്റെ രസല എൻ്റെ ആ തൊലിയുടെ നീര് അവൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ സന്ദ്ര അതോ എന്താ പറയുന്നത്? ഹാ മേനെ ദേക്ക, ഞാനും അത് കണ്ടു. പിന്നെ സന്ദ്ര എന്താ പറയുന്നത്? തബ് ഉസ്നെ മുജെ ഫേക്ക, അതുകൊണ്ടാണ് അവൻ എന്നെ ഫേക്കന വലിച്ചെറിഞ്ഞത്. അപ്പം സന്ദ്ര അതോ എന്താ പറയുന്നത്? ബടാ മസായ, നല്ല രസം തോന്നി എന്ന് പറയാണ് അല്ലേ. സന്ദ്ര ഏക് മുജെ ബി മസ ആയ, എനിക്കും അങ്ങനെ, ഞാനും എന്താ പറയുക, എനിക്കും അത് കണ്ടപ്പോൾ വളരെ ചിരി വന്നു അല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? കഹാനിക്ക് പാത്ര കോൻ കോൻ ഹേ, ആരൊക്കെയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്? ബാലു ഉണ്ട്, സന്ദ്ര ഏക് ഉണ്ട്, സന്ദ്ര ദോ ഉണ്ട്. ഇവരാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ, ഇൻകെ മുഖൗട്ടെ ബനായേ. മുഖൗട്ട എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുഖം മൂടി അല്ലേ, പുലിക്കളിക്കൊക്കെ ഉള്ളപ്പോൾ അവർ മുഖത്തൊരു ഇത് വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള മുഖം മൂടികൾ കരടിയുടെയും ഓറഞ്ചിൻ്റെയും ഒക്കെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അഭിനയിക്കാനാണ് പറയുന്നത്. അഭിനയിക്കുമ്പോൾ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കണം. സംവാദം എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം ശ്രദ്ധിക്കണം. ഹാവ് ഭാവ്, നിങ്ങളുടെ എക്സ്പ്രഷൻസ്, നിങ്ങൾ കൈകൊണ്ട് കാണിക്കുന്നത്, നിങ്ങളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ, ഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആശയം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചാൽചലൻ, അവർ നടക്കുന്ന രീതി അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന രീതികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നത്. നമുക്കിനി പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ത് പറയാം? കിത്തനെ സന്ദ്രത്തെ, എത്ര സന്ദ്ര ഉണ്ടായിരുന്നത്? ദോ അല്ലേ, അപ്പോൾ ദോ സന്ദ്ര എന്ന് എഴുതാം. സന്ദ്രേ ക്യാ കർ രഹേ തേ? സന്ദ്രേ ഘൂമനെ നിക്കലേ തേ. സന്ദ്ര എന്താണ് ചെയ്തിരുന്നത്? ഓറഞ്ചുകൾ അവർ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇനി ഉൻകെ സാമനെ കോനായ, അവരുടെ മുമ്പിലേക്ക് ആരാണ് വന്നത്? ആരാണ്? നമ്മുടെ കരടിക്കുട്ടൻ ബാലു ആണ് വന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ബാലു സന്ദ്രയ്ക്ക് ഉട്ടാക്തെ വക്ത് ക്യാ ഹുവ? ബാലു നമ്മുടെ ബെയർ സന്ദ്ര ഓറഞ്ച് എടുക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായത്? സന്ദ്രേക്കാ രസ് ബാലുക്ക് ആംഖോ മേ ചലാ ഗയ. സന്ദ്രയുടെ രസ്, സന്ദ്രയുടെ എന്താണ് വെള്ളം അവൻ്റെ കണ്ണിലേക്ക് പോയി. നാലാമത്തെ ചോദ്യം, ബാലുവിനെ കിസ്കോ എക് തരഫ് ഫേങ്ക് ദിയ? ആ ബെയർ കരടി ആരെയാണ് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞത്? സന്ദ്രേക്കോ. കോൺ ആഖെ ബന്ദ് കിയെ ബെഡ് ഗയ? ആരാണ് കണ്ണടച്ചുകൊണ്ടിരുന്നത്? ബാലു അല്ലേ. കണ്ണിലേക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ നീര് പോയപ്പോൾ, നീറിയത് കാരണം അല്ലേ, കണ്ണ് എരിഞ്ഞത് കാരണം ബാലു നമ്മുടെ ബെയർ കരടിയാണ് കണ്ണടച്ച്. ഇത് ചോദ്യം, ഹസ് ഹസ്കർ കിസ്കി ആങ്കോ സെ പാനി നിക്ല? ചിരിച്ചുകൊണ്ട് ആരുടെ കണ്ണിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം വന്നത്? സന്ദ്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്